കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി പ്രചരണ ചൂടിലാണ്, വലിയ ആവേശത്തിലാണ് കണ്ണൂരിലെ പ്രചരണം നടക്കുന്നത്. ജനേട്ടാ, ആവേശം തന്നെയാണല്ലേ? ആവേശത്തിന് ഒട്ടും കുറവില്ല. ജയിക്കും. ജനങ്ങളുടെ പിന്തുണ കാണുന്നത് കൊണ്ടാണ് വളരെ ആവേശകരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എന്തായാലും കണ്ണൂരിൽ വികസനം തന്നെയാണോ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം? അതെ അതെ, കണ്ണൂർ പാർലമെന്റ് മണ്ഡല MP ഫണ്ട് വളരെ കുറഞ്ഞ തോതിലാണ് ചെലവഴിച്ചത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രധാനം. അതോടൊപ്പം പാർലമെന്റിൽ ഏറ്റവും കുറഞ്ഞ ഹാജർ കണ്ണൂർ MPക്കാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ളവർ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിൻ്റെ ഒപ്പം തന്നെയാണ് ജനങ്ങളാകെ. മലയോരത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ്. അതെ, റബ്ബറിന്റെ വിലത്തകർച്ചയ്ക്ക് കാരണം കോൺഗ്രസാണ്. ആസിയാൻ കരാർ ഒപ്പിട്ടതാണ്. ആ കരാർ ഒപ്പിട്ടതിനെ തുടർന്ന് സ്വാഭാവികമായി BJPക്ക് അത് നടപ്പാക്കാൻ കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസും BJPയും ആഗോളവൽക്കരണ നയത്തിൻ്റെ കാര്യത്തിൽ, കൃഷിക്കാരെ ദ്രോഹിക്കുന്ന നയത്തിൻ്റെ കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണെന്ന് മലയോര ജനത അറിയുന്നുണ്ട്. കണ്ണൂരിലെ BJPയുടെ സ്ഥാനാർത്ഥി പഴയൊരു കോൺഗ്രസ്സുകാരനും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ BJP അനുകൂലം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കുറേ വോട്ടുകൾ BJP കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? അല്ല, കോൺഗ്രസിൻ്റെ വോട്ട് കാലാകാലങ്ങളിൽ KPCC പ്രസിഡൻ്റായിട്ടുള്ള ആൾക്ക് കിട്ടുന്നതാണ്. കാലാകാലങ്ങളിൽ. കാരണം RSSൻ്റെ കാവൽക്കാരനാണ്. കാവൽക്കാരന് വോട്ട് കൊടുക്കേണ്ട ചുമതല RSSകാർക്കുണ്ട്. എന്നാൽ മതനിരപേക്ഷ മനസ്സ് മുഴുവൻ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ഇതാണ് മതനിരപേക്ഷതയും മതവിശ്വാസികളും ഒറ്റക്കെട്ടായി നിന്നാൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയിക്കും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. അതെ അതെ, MP ജയരാജൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. കണ്ണൂരിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം അത്യന്തം ആവേശത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം വലിയ ആവേശത്തോടു കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.